മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ഒരു മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് തോന്നാറുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ വിളപ്പിൽ ശാലയിൽ ഉണ്ടായ വലിയ പ്രശ്നങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രതിപക്ഷക്കാരും ഭരണകർത്താക്കളായ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും പ്രതിപക്ഷത്തുള്ള BJPക്കാരും എല്ലാവരും അവരവരുടെ രീതിയിൽ തന്നെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ചിന്തിക്കാതെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ധാരാളം ക്ലീനിംഗ് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ആരാധ്യനായ MLA CPM MLA ആയ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായി പല സ്ഥലത്തും ആത്മാർത്ഥമായിട്ട് ക്ലീനിംഗ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ MP ആയ ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പത്രമാധ്യമങ്ങളിൽ ധാരാളം അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. BJPക്കാരും വളരെ നന്നായിട്ട് അവരുടേതായ രീതിയിൽ തിരുവനന്തപുരം നഗരം ക്ലീൻ ചെയ്യാനുള്ള പ്രവൃത്തികൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്ന് വിഭാഗക്കാരും ഒരു രാഷ്ട്രീയവും ചിന്തിക്കാതെ പരസ്പരം സഹകരിച്ചോ സഹകരിക്കാതെയോ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനൊരു വലിയ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നഗരമധ്യത്തിലുള്ള ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുമ്പോൾ ഏതാണ്ട് 30-35 ലക്ഷം സ്ത്രീകളാണ് ഈ നഗരമധ്യത്തിലെ ഇഷ്ടിക വെച്ച് പുതുമ്പും മടലും ചിരട്ടയും ഓലയും ചേർത്ത് കത്തിച്ച് പായസം ഉണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കി റോഡ് സൈഡിൽ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ വരെ കവടിയാർ കൊട്ടാരം വരെ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുന്നത് ഏതാണ്ട് 2-2:30 മണിയോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചൂട്ടും ചാരവും ഇഷ്ടികയും അതുപോലെ തന്നെ അവർ വെള്ളം കുടിച്ച ഗ്ലാസുകളും പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളും എല്ലാം തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച. അടുത്ത കാലത്ത് TV-യിൽ ദീപാവലി ആഘോഷിച്ച ചില നോർത്ത് ഇന്ത്യൻ സിറ്റികളിൽ ദീപാവലിയുടെ പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണിക്കുകയുണ്ടായി. അതുപോലെ ഒരു അവസ്ഥയാണ്. അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ് ഇഷ്ടികയും ചാരവും ചൂട്ടും ഓലയും പൊതിമടലും എല്ലാം ചേർന്ന തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ. പക്ഷെ 2-2:30 മണിയോടുകൂടി പൊങ്കാലയിടുന്ന അമ്മമാര് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും വിഷമമുണ്ടാകാത്ത വിധത്തിൽ കോർപ്പറേഷനിലെ തൊഴിലാളികളും പൊതുജനങ്ങളും ചേർന്ന് 2.5 മണിക്കൂറിനുള്ളിൽ സൂര്യൻ അസ്തമിക്കുന്നതിനുള്ളിൽ തിരുവനന്തപുരം നഗരം പെർഫെക്റ്റ്ലി ക്ലീൻ ആക്കുന്ന ഒരു കാഴ്ച ലോകാത്ഭുതങ്ങളായിട്ട് പത്രങ്ങളിൽ വന്നു. എനിക്കും അത് തോന്നിയിട്ടുണ്ട്, ഞാനത് കാണാറുമുണ്ട്. അപ്പോ നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ വീട് ശുദ്ധീകരിക്കാൻ പറ്റും, നമ്മുടെ റോഡുകൾ ശുദ്ധീകരിക്കാൻ പറ്റും, നമ്മളുടെ ഗ്രാമവും നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും സ്കൂളുകളും നമ്മളുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായ പലതും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇന്നലെ വൈകുന്നേരം പാലക്കാട് തഥാതൻ സ്വാമി, തഥാത ആശ്രമത്തിലുള്ള സ്വാമിയുടെ ഒരു ശിഷ്യൻ എന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞു പാലക്കാട് മുഴുവനും ഗായത്രി സംഘം ഉണ്ടാക്കുകയാണ് അവർ.
ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരമാണ് ഉള്ളത്. 24 പേരുള്ള ഒരു സംഘടന എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ, എന്നിട്ട് ഗായത്രി ജപിക്കാനും ആത്മീയ കർമ്മങ്ങൾ ചെയ്യാനും ജനങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനുമാണ് അത് ചെയ്യുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഗായത്രി ജപിച്ചത് കൊണ്ടൊന്നും സമൂഹത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു വ്യക്തിയിൽ ഒരു പക്ഷേ കുറച്ച് മാറ്റം ഉണ്ടായിന്ന് വരും. നമുക്ക് വേണ്ടത് കുടുംബത്തിനകത്തും നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ പട്ടണത്തിലും നമ്മുടെ ഡിസ്ട്രിക്റ്റിലും മാറ്റം ഉണ്ടാവണം, നമ്മുടെ സംസ്ഥാനത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും മാറ്റം ഉണ്ടാവണം. അതിന് ഈ 24 പേരടങ്ങുന്ന സംഘടന വ്യക്തിയിലെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാനും കുടുംബത്തിലും സമൂഹത്തിലും മാറ്റം ഉണ്ടാക്കാൻ ഇറങ്ങിച്ചെല്ലണം. ആത്മീയത കൊണ്ട് മാത്രം മാറ്റം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു ചെലവില്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഭാഗമായിട്ട് സിമെൻ്റായിട്ട് ഇരിക്കട്ടെ, പക്ഷേ ഇഷ്ടിക വെച്ച് വേണം കെട്ടിടത്തിൻ്റെ ഉയരം വർദ്ധിപ്പിക്കാൻ. ആ ഇഷ്ടിക ഭൗതികതയാണ്. ഭൗതികമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഓരോ സ്ഥലത്തും ക്ലീൻ ചെയ്യാൻ സാധിക്കണം എന്നാണ് അദ്ദേഹത്തിനോട് പറയേണ്ടായി. അദ്ദേഹം അത് ചെയ്യാന്ന് പറഞ്ഞു. മാത്രമല്ല, തഥാതൻ സ്വാമിയെ മുമ്പിൽ നിർത്തിയിട്ട് ജനങ്ങൾ ഇന്ന് മദ്യത്തിനും മാംസത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും പുകവലിക്കും അതുപോലെ വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു കൾച്ചറിനും എതിരായിട്ട് പ്രവർത്തിക്കണം. മദ്യത്തിന്, മാംസത്തിന്, ലഹരി പദാർത്ഥങ്ങൾക്ക്, വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറെ ചെന്ന് കാണുന്ന കൾച്ചറിനെതിരെ പ്രവർത്തിക്കാൻ തഥാതൻ സ്വാമിയെ മുമ്പിൽ നിർത്തിയിട്ട് പ്രവർത്തിക്കണം. അപ്പോ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവണം. സംഘടനകൾ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവണം. മാതാ അമൃതാനന്ദമയിയുടെ കർമ്മ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. സായിബാബയുടെ കർമ്മ പദ്ധതിയിൽ നമുക്ക് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ സായിബാബയുടെ ഭക്തനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, അമൃതാനന്ദമയിയുടെ ഫോളോവർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് നമുക്ക് നന്മകൾ ചെയ്യുന്നതിൽ ആരുടെയും കൂട്ടത്തിൽ കൂടാൻ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഭാഗത്ത് നിൽക്കില്ല എങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുമല്ലോ. അതേപോലെ പറയാൻ ആഗ്രഹിച്ച ഒന്ന്, ശ്രീനാരായണ ഗുരുദേവൻ പഞ്ചശുദ്ധി എന്ന് പറയേണ്ടായി. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ഈ 5 ശുദ്ധിയുടെ പ്രതീകമായിട്ട് 5 പേര് വീതമടങ്ങുന്ന ചെറിയ ചെറിയ സംഘടനകൾ, ഇൻഫോർമൽ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് പഞ്ചകർമ്മസേന, PKS എന്ന് വേണമെങ്കിൽ പേരൂടാം. 5 പേര് മതി. അതിൽ ചിലര് കുറച്ച് കഴിയുമ്പോൾ പോവും, വേറെ ചിലർ വരും. 5 എന്നുള്ളത് 6 ആയതുകൊണ്ട് കുഴപ്പമില്ല, 5 എന്നുള്ളത് 4 ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഒരു വീട്ടിലെ അമ്മയും അച്ഛനും മക്കളും ഉൾപ്പെടെ 5 ആയാലും മതി. നമുക്ക് 5 പേര് ഇറങ്ങി സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കണം. വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കാൻ, അർഹതയുള്ളവന് വേണം എത്തിക്കാൻ. അമ്പലത്തിൽ അന്നദാനം ചെയ്ത് വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്ക് തിന്നാൻ കൊടുക്കൽ അല്ല ശരിക്കും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ ഈ 5 പേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അത് തന്നെ ചെയ്യണമെന്നില്ല. രോഗികൾക്ക് മരുന്നെത്തിക്കാൻ, പാവപ്പെട്ടവർക്ക് ഡ്രസ്സുകൾ ഉപയോഗിച്ചതാണെങ്കിൽ പോലും അലക്കി തേച്ച ഡ്രസ്സ് കൊടുക്കാൻ, വൃത്തിയാക്കിയ ഡ്രസ്സ് കൊടുക്കാൻ, അങ്ങനെ വൃദ്ധനെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളും ക്ലീൻ ചെയ്യാൻ, ചിലരെ നല്ല വാല്യൂസ് പഠിപ്പിക്കാൻ, കഥകളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അപ്പൊ ഏതെല്ലാം കർമ്മമണ്ഡലത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഈ പഞ്ചകർമ്മസേന, പഞ്ചശുദ്ധിക്ക് പ്രതീകമായിട്ട് പഞ്ചകർമ്മസേന സാധിക്കണം. അവർ തന്നെ എല്ലാം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. തഥാതൻ സ്വാമി നല്ല കർമ്മം ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കാം, അമൃതാനന്ദമയുടെ കൂട്ടത്തിലുള്ളവർ നല്ല ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കാം. എത്ര കാലം പറ്റുന്നു അത്രയും കാലം പ്രവർത്തിക്കാം. നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ തന്നെ പ്രവർത്തകരുണ്ടാവും, അവരുടെ കൂട്ടത്തിൽ ചേർന്ന് വേണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാം. കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, കോഎക്സിസ്റ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ കോൺട്രഡിക്റ്റ് ചെയ്യാതെ, അതുപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യാതെ, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ധാരാളം കാര്യം ചെയ്യാൻ സാധിക്കും. പ്രതിപക്ഷത്തായിരുന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി അസാധാരണമായ വിധത്തിൽ ക്ലീനിങ് പദ്ധതിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെമ്പാടുമുണ്ടെന്ന് ഞാൻ പറയേണ്ടായി, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഞാൻ കാണേണ്ടായി. കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കരുണാകരന്റെ മകൻ ശ്രീ മുരളീധരൻ മിനിഞ്ഞാന്ന് പറയേണ്ടായി, ശശി തരൂർ ഇപ്പൊ എന്തിനാ ക്ലീനിങ് തുടങ്ങിയത്, പണ്ട് തന്നെ തുടങ്ങായിരുന്നില്ലേ, ഇപ്പൊ BJPക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കാനാണോ? ചിലര് എല്ലാ നന്മയിലും തിന്മ കാണുന്നവരുണ്ട്, അതും വേണം. പക്ഷെ അവരെയൊക്കെ ഇഗ്നോർ ചെയ്ത് നന്മ ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ തുടങ്ങി എന്നുള്ളത് കൊണ്ട് പണ്ട് തുടങ്ങാത്തത് ഒരു കുഴപ്പമാണെന്നല്ല പറയേണ്ടത്. പണ്ട് തുടങ്ങിയില്ലെങ്കിൽ അതൊരു തെറ്റാണ്.
ഇപ്പോഴെങ്കിലും തുടങ്ങാം. എപ്പോൾ നമുക്ക് എത്ര പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ കോർപ്പറേഷനും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അതിനുള്ള കേന്ദ്രങ്ങളാവട്ടെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽസിന് മാറ്റം വരുത്താൻ സാധിക്കും. ഇന്നലെ ഞാൻ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കേണ്ടായി. ബാങ്കിലേക്ക് പോയ സമയത്ത് ബാങ്കിലെ വർക്ക് കുറച്ച് വൈകുന്നത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിച്ചു കഴിഞ്ഞ് ക്യാഷിൽ പൈസ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ ആ തട്ടുകടക്കാരൻ്റെ അടുത്ത് തീപ്പെട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ തീപ്പെട്ടി എന്ന്. അയാൾ പറഞ്ഞു ആംഗ്യം കാണിച്ചു സിഗരറ്റ് വലിക്കാനാണെന്ന്. ഞാനിപ്പോൾ അയാളോട് പറഞ്ഞു നിരന്തരം ടി വിയിൽ വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതം സ്വർഗസമാനമായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും കുട്ടികളും തമ്മിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചു. അപ്പോഴാണ് നിരന്തരം പുകയില കഴിക്കുന്ന സ്വഭാവമുള്ള നിന്റെ വായിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. ആ ക്യാൻസർ ചികിത്സിച്ചു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി. എൻ്റെ വായ, എൻ്റെ മുഖം വികൃതവും വിരൂപവുമായി മാറി. ഇനി എനിക്ക് പണ്ടത്തെ പോലെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വേദനയോടുകൂടി പറയുന്ന ഒരു സ്ത്രീയുടെ ചിത്രവും കൂടി നിങ്ങൾ കണ്ടതല്ലേ? പുകവലി നിർത്തിക്കൂടെ? ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അയാൾ പറഞ്ഞു ഇന്നു മുതൽക്ക് ഞാൻ സിഗരറ്റ് വലിക്കില്ല സാർ, നിർത്തുകയാണെന്ന്. അയാൾ സിഗരറ്റ് വലിച്ചില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന തൊട്ടടുത്ത പെട്ടിക്കടക്കാരൻ, ഒരു സി ക്ലാസ് കടക്കാരൻ പറഞ്ഞു ഇനി ഞാൻ ഈ കടയിൽ സിഗരറ്റ് വിൽക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ് സാറേ, ഞാൻ ഈ മഹാഭാവത്തിന് കൂട്ടു നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ജീവിതത്തിൽ ഇത് പകർത്തിയവൻ വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. നമ്മൾ ഉപദേശിച്ചാൽ, നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ, ഗൈഡ് ചെയ്താൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അതിൽ പണ്ഡിതനോ പാമരനോ സമ്പന്നനോ പാവപ്പെട്ടവനോ അതൊന്നും വ്യത്യാസമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒറ്റയ്ക്ക് സാധിക്കുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം, സമൂഹത്തിലുള്ളവർ ഒരുമിച്ച് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പഞ്ചകർമ്മസേന. കർമ്മസേന എന്ന് വെച്ചാൽ പ്രവർത്തിക്കാനുള്ള ആൾക്കാരെന്നുള്ള അർത്ഥത്തിലാണ്. പഞ്ചകർമ്മ സമിതി എന്ന് വേണമെങ്കിൽ ഇടാം. സേന വേണ്ട എങ്കിൽ നമുക്ക് 5 പേരാകുമ്പോഴത്തേക്കും സംഘടനയിലെ ഭാരവാഹികളുടെ, സംഘടനയിലെ അംഗങ്ങളുടെ എണ്ണം സംഘടനയ്ക്ക് ഭാരമാവില്ല. അങ്ങനെ ഭാരമാകാത്ത വിധത്തിൽ പ്രവർത്തിച്ച് നമുക്ക് ഈ രാഷ്ട്രം മുഴുവനും മാറ്റം വരുത്താം. ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ, ഭരിക്കുന്നവർ വരും ഭരിക്കുന്നവർ പോകും. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന്റെ മക്കളാണ് നമ്മൾ. അപ്പം നമ്മുടെ അമ്മയെ ചികിത്സിക്കാൻ പത്മശ്രീയും അധികാരവും വേണമെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? ആത്മീയത മാത്രമല്ല വേണ്ടത്, ആത്മീയത കൈകാര്യം ചെയ്യുന്ന സംഘടനകളും സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഫോട്ടോ എടുത്ത് കാണിക്കാനല്ല, ഫോട്ടോ എടുത്ത് കാണിക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പൊ നമുക്ക് എത്രത്തോളം സാധിക്കും അത്രത്തോളം ചെയ്യാം. നമ്മള് ഈശ്വര രൂപങ്ങളോ പുരാണങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം കാമയേ ദുഃഖതപ്താനാം പ്രാണിനാം ആത്മനാശനം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ ദുഃഖമാപ്നുയാത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മാനിഫെസ്റ്റോ ഈ 4 വരി ആക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വരി ഞാൻ ഓർക്കുകയാണ്. 4 വരി, സർവേ ഭവന്തു സുഖിനഃ. അതിനപ്പുറം ഒരു മാനിഫെസ്റ്റോ ഇല്ല. എല്ലാവരും സുഖമായിരിക്കണം, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുത്. ഇതല്ലേ ബെസ്റ്റ് മാനിഫെസ്റ്റോ? അപ്പൊ നമുക്കൊരു നല്ല മാനിഫെസ്റ്റോ ഇതാണ്. ഈ 4 വരിയിലൂടെ 5 ഗ്രൂപ്പ് ആൾക്കാർ ചേർന്ന്, അതിൽ 6 ആയാലും കുഴപ്പമില്ല, 4 ആയാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ദിവസം 1-2 ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്തിരിക്കണം. പഠിപ്പിക്കുകയോ ഗൈഡ് ചെയ്യുകയോ മരുന്ന് കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ ആശ്വസിപ്പിക്കുകയോ സഹായിക്കുകയോ ഏത് കർമ്മമാണെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഓരോ ദിവസവും നമുക്ക് സാധിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ നല്ല നല്ല സന്ദേശങ്ങൾ ഇമെയിൽ വഴിക്ക് അയച്ചു കൊടുക്കാം. നല്ല പ്രഭാഷണങ്ങൾ കേട്ടത് ആരോടെങ്കിലും പറയാം. വിവാഹവേളയിൽ അവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാളെ പഠിപ്പിക്കുക, അവരിൽ മാറ്റം ഉണ്ടാക്കുക. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവരിൽ മാറ്റം ഉണ്ടാക്കാം. നമ്മുടെ ഓഫീസിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചില സ്പീച്ചസ് അവരെ കേൾപ്പിക്കുക, ചില കാര്യങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുക. അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്, അത് മാത്രം ചെയ്യുന്നതിൽ നിന്ന് കുറെ കൂടി പൊതുജനത്തിന് പറ്റിയത് കൂടി ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ടുപോയി നോക്കുക. നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും.
ഒരു സെക്കൻഡ് കൊണ്ട് സിഗരറ്റ് വലിക്കുന്നവനെ സിഗരറ്റ് വലിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് മാംസവും ചോരയും തിന്നുന്ന ഇറച്ചി തിന്നുന്നവനെ അത് ഇല്ലാതെയാക്കാൻ സാധിക്കും. മദ്യപിക്കുന്നവനെ കുറേ ദിവസം കൊണ്ടെങ്കിലും മാറ്റാൻ സാധിക്കും. അതുപോലെ മുറുക്കുന്നവനെ മുറുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ദുഃഖിക്കുന്നവനെ, വേദനയോടുകൂടി നിലനിൽക്കുന്നവന്റെ വേദന കുറച്ചെങ്കിലും ഇല്ലാതെയാക്കാൻ പറ്റും. വിശക്കുന്നവന്റെ വിശപ്പ് കുറച്ചെങ്കിലും ഇല്ലാതെയാക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ ആഡംബരത്തിന് വേണ്ടി ചെലവാക്കുന്നതിന്റെ 10% മാറ്റി വയ്ക്കാം. അപ്പൊ നമുക്കത് സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. ആരുടെയും ഗൈഡൻസിന് വേണ്ടി കാത്തിരിക്കേണ്ട. നമുക്ക് തന്നെത്താനെ ചെയ്യാൻ സാധിക്കട്ടെ. 5 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. നന്മ ചെയ്യുന്നവരുമായിട്ട് സഹകരിക്കാം. നമുക്ക് സെപ്പറേറ്റ് ഐഡന്റിറ്റിയും സെപ്പറേറ്റ് ഒരു ഓഫീസും അതൊക്കെ പിന്നീടാവാം. വേണമെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ വീട് തന്നെ അതെല്ലാം. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണോ എല്ലാവരെയും ചേർത്ത് തന്നെത്താനെ ആൾക്കാർ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത്, എങ്ങനെയാണോ തദാതൻ സ്വാമിയുടെ ആൾക്കാർ മാതൃകയാവാൻ പോകുന്നത്, എങ്ങനെയാണോ മാതാ അമൃതാനന്ദമയുടെ പ്രവർത്തകര് ശബരിമലയിൽ ചെന്ന് അവിടുത്തെ വൃത്തികേടുകളെല്ലാം മാറ്റുന്നത്, എങ്ങനെയാണോ സായി സേവാ സമിതിയുടെ പ്രവർത്തകർ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ക്രിസ്ത്യൻ സംഘടനകളും മുസ്ലിം സംഘടനകളും നന്മയിലേക്ക് മതപരിവർത്തനം നടത്താതെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയും കൂട്ടത്തിൽ ചെയ്യുക. നന്മ നിറഞ്ഞ ആത്മീയത കൊണ്ട് മാത്രം മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ ഭൗതികതയും കൂടി ചേർത്ത് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ളൊരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ ഇന്നും അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.